ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ തേമോന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ എന്തൊക്കെയാണ് തേമോന്ന് മേടിച്ചതെന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ ഫസ്റ്റ് മേടിച്ചത് ഇതാട്ടോ. ഇത് ഈ പറയുന്ന കണക്ക് ഞാൻ ട്രിമ്മൊക്കെ ചെയ്യുമ്പം നമ്മൾ ഈ പറയുന്ന കണക്ക് വാഷിംഗ് ബേസിൻ്റെ സൈഡിൽ ഒന്നും ചാടാതിരിക്കാൻ വേണ്ടിയിട്ടൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് ഇതുപോലെയാണ് നമുക്ക് ആ പ്രൊഡക്റ്റ് തേമോല് കാണാൻ പറ്റുന്ന ഈ സംഭവമാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. നെക്കിൽ കണക്ട് ചെയ്ത് ഈ രണ്ട് സൈഡും നമ്മൾ ഗ്ലാസ്സിലേക്ക് കണക്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ഇനി ട്രിം ചെയ്യുമ്പോൾ ഒട്ടും ഹെയർ നമ്മുടെ വാഷിംഗ് ബേസിലാവത്തില്ല. അതാണ് ഞാൻ മേടിച്ച ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇനി അടുത്ത എന്താ മേടിച്ചത് നമുക്ക് നോക്കിയാലോ. ഇതൊരു കട്ടിംഗ് പാഡ് കേട്ടോ. ഞാൻ ആക്ച്വലി ഇച്ചിരി നൈസ് ആൻഡ് നല്ലൊരു കട്ടിംഗ് പാഡ് നോക്കി നടക്കുമായിരുന്നു. അപ്പം ഞാൻ തേമോന്നൊരു കട്ടിംഗ് പാഡ് കണ്ടപ്പോൾ മേടിച്ചൊന്ന് ട്രൈ ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ തേമോന്ന് കണ്ട കട്ടിംഗ് പാഡ്. രണ്ട് സൈഡും രണ്ട് രീതിയിലാട്ടോ. ആദ്യത്തെ പോർഷനിൽ കുറച്ച് ഈ പറയുന്ന ഗ്രെയിൻസ് ഉള്ള കണക്കും, രണ്ടാമത്തെ നല്ല സ്മൂത്ത് സർഫസുമായിട്ടുള്ള കട്ടിംഗ് പാഡാണ് ഞാൻ മേടിച്ചേക്കാം. നെക്സ്റ്റ് ഞാൻ മേടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഈ ചോറൊക്കെ എടുക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ കറി എടുക്കത്തക്ക രീതിയിൽ നല്ലൊരു എന്താ പറയുക ചോറെടുക്കാൻ പറ്റുന്ന തവി നമുക്ക് ഇല്ലായിരുന്നു. അപ്പം ഞാൻ മേടിച്ചു അതുപോലത്തെ ഒരു നല്ലൊരു തവി നോക്കി മേടിക്കാമെന്ന് വെച്ചത് ഇതാ മേടിച്ചത്. നല്ല താഴെയൊക്കെ നല്ല ഡിസൈനൊക്കെ ഉള്ളൊരു ഇതാട്ടോ. ഈ കാണുന്ന രീതിയിലാണ് നമുക്ക് തേമോല് ഈ പ്രോഡക്റ്റ് കാണാൻ പറ്റിയത്. ഞാൻ 3 എണ്ണം മേടിച്ചു, അതുപോലത്തെ 3 എണ്ണം. ഇത് പക്ഷേ അടിപൊളിയാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സാധനമാണ്. നെക്സ്റ്റ് ഞാൻ മേടിച്ചതെന്ന് പറയുമ്പോൾ ജസ്റ്റ് ട്രയൽ ചെയ്യാൻ വേണ്ടി, ചുമ്മാ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പേഴ്സ് ഓർഡർ ചെയ്തായിരുന്നു. എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി. പിക്ചറിൽ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പം മേടിച്ച് ചുമ്മാ ട്രൈ ചെയ്യാൻ വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ലായിരുന്നു എന്ന് വിചാരിച്ച് ട്രൈ ചെയ്ത് നോക്കിയത്. നമുക്ക് പേഴ്സൺ നോക്കിയാലോ. ഇതാണ് പേഴ്സൺ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമ്മൾ തേമോല് കാണും. പേഴ്സൺ കൊള്ളാട്ടോ. നമുക്ക് അത്യാവശ്യം സംഭവങ്ങൾ കാർഡൊക്കെ വെക്കാൻ വേണ്ടി ഏരിയ ഉണ്ട്. ചെറിയൊരു സിപ്പും കോയിനും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പേഴ്സാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള, എന്നാൽ വലിയ ഇതൊന്നും ഇല്ലാത്ത, നല്ല ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത നൈസ് ആൻഡ് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത നമുക്ക് എന്താ ഓർഡർ ചെയ്തെന്ന് നോക്കിയാലോ. പീലർ. ഞാൻ കുറച്ചായി ഒരു പീലർ മേടിക്കണം എന്ന് ഈ പറയുന്ന കണക്ക് വിചാരിക്കുന്നു. ഈ പറയുന്ന കണക്ക് മറ്റേ പൊട്ടറ്റോ ഒക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് പീൽ ചെയ്യാൻ വേണ്ടി. അപ്പം ഞാനൊരു പീലർ മേടിച്ചു. ഇതാണ് നമ്മൾ മേടിച്ച പീലർ. ഇനിയിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സംഭവങ്ങൾ പീൽ ചെയ്യാം. ഇതാണ് പീലറിന്റെ പ്രോഡക്റ്റ് നമ്മൾ തേമോല് കാണുന്നത്. ഫൈനലി ഞാനൊരു ലോങ് ഷർട്ട് അടിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ജാക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ തേമോന്ന് മേടിക്കാറില്ല, ചുമ്മാ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, സോ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ്. കണ്ടോ, ഇതാണ് ജാക്കറ്റിന്റെ കവർ. ഇതാണ് നമ്മൾ ആ കാണുന്ന ജാക്കറ്റിൽ. ഈ പറഞ്ഞ ജാക്കറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ബ്ലാക്ക് കളർ ആട്ടോ പറഞ്ഞത്. നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇതാട്ടോ ഞാൻ മേടിച്ച ജാക്കറ്റ് കൊള്ളാം, അത്യാവശ്യം കംഫോർട്ടബിൾ ആണ്, സൈസ് കറക്റ്റ് ഫിറ്റ് ആണ്, എല്ലാം കൊണ്ടും അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മൾ മേടിച്ച ജാക്കറ്റ്. ഇതും കൂടെ കൂടിയിട്ട് തേമോന്ന് മേടിച്ച നമ്മുടെ എല്ലാ പ്രോഡക്റ്റും ഇപ്പൊ കഴിഞ്ഞു കേട്ടോ. എല്ലാം നല്ല പ്രോഡക്റ്റ് ആയിരുന്നു, കണ്ടിട്ട് ഒന്നും തന്നെ പ്രശ്നങ്ങളുണ്ടായില്ല. അപ്പം മേടിച്ച ഒന്നും മണ്ടത്തരം ആയില്ല എന്ന് ഇതോടുകൂടി മനസ്സിലായി. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.